കഴിഞ്ഞ തവണ നഗരസഭകളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് പാലക്കാട് നഗരസഭയിലെ താമര ചിഹ്നത്തിൽ മത്സരിച്ച ടി ബേബിയാണ്. ഇത്തവണ വീണ്ടും ഒരു റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ബേബി പാലക്കാട് നഗരസഭയിലെ 49-ാം വാർഡിൽ മേപ്പറമ്പിൽ മത്സരിക്കുന്നത്. നഗരസഭയിൽ BJP അനായാസവും മൂന്നാമതും അധികാരത്തിലേറുമെന്നും ബേബി പറയുന്നു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് നഗരസഭയിൽ ഇത്തവണ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP മത്സര രംഗത്ത് ഉള്ളത്. അതിൽ തന്നെ 49-ാം വാർഡായ മേപ്പറമ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ നഗരസഭകളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കരസ്ഥമാക്കിയ സ്ഥാനാർത്ഥിയാണ്. 1362 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം കരസ്ഥമാക്കിയ ബേബി. അവരാണ് ഈ മേപ്പറമ്പ് വാർഡിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷമാണ്, അത് വലിയ വാർത്തകളിലൊക്കെ ഇടം നേടിയാണ്. ഇത്തവണ എത്രത്തോളം പ്രതീക്ഷയിലാണ്? ആ വാർഡിലല്ല മത്സരിക്കുന്നത്, തൊട്ട് അടുത്ത വാർഡാണല്ലേ? അത് വിവിധ കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്പേസാണ്. പക്ഷേ കൂടുതലും രാഷ്ട്രീയം നോക്കാണ്ട് ബേബി ചേച്ചി അല്ലേ എന്നുള്ളതാണ് ഒരു സംബോധന. അതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും നമുക്ക് കഴിഞ്ഞ ടേമിനെയും കാട്ടി ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി ആവുന്നതും ശ്രമിക്കുന്നുണ്ട്. അതിൽ 100% കഴിഞ്ഞ ടേമിൽ BJP ഭരണസഭയിൽ ഒട്ടേറെ ജനങ്ങൾക്ക് നമ്മൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നേടിയെടുത്ത ജനങ്ങളെയും കൂടിയാണ് ഈ ഭാഗത്ത് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബേബി ചേച്ചിക്ക് തന്നെ വോട്ട്. നേരത്തെ വീടുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ PMAY പ്രധാനമന്ത്രി വീടുകളല്ലേ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാല കൗൺസിലറായ അവര് ഒട്ടേറെ 336ഓളം PMAY വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശൗചാലയം, ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ള പദ്ധതിയും അതും ഒട്ടേറെ വീടുകളിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. എന്തൊക്കെയാണ് നഗരസഭയിൽ പ്രധാനമായിട്ടും വികസനം തന്നെയാണോ BJP മുന്നോട്ട് വയ്ക്കുന്നത്? അതെ, തുടർ ഭരണത്തിന്റെ ഭാഗമായിട്ടാണ് വികസനം തന്നെയാണ്. ഇനി അമൃത് 2.0 കഴിഞ്ഞ് 3.0ലേക്കും കൂടി കടക്കാൻ പോവുകയാണ്. അതിലും ഇതുപോലെ തന്നെ ഒട്ടേറെ വികസന പദ്ധതികളാണ് അമൃത് പദ്ധതി പ്രകാരം വരാൻ പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം തന്നെ നമ്മൾ സമ്പർക്കം ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഗുണഭോക്താക്കളെയും കൂടി ഒരു മൈൻഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്തവണ ഞങ്ങൾ നഗരസഭ 3ാം തവണയും വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. ഈ നഗരസഭയിൽ തന്നെ ഒരുപാട് പദ്ധതികളുണ്ട്. അതെല്ലാം കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എസ്കലേറ്റർ വെച്ചതാണെങ്കിലും അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമൃത് പദ്ധതിയിൽ കോടികൾ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയങ്ങാടിയുടെയൊക്കെ അടിമുടിയുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതുതായിട്ട് 100 കോടിയോളം രൂപ പാസ്സായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വോട്ടർമാരിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ? നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്? എന്താണ്? ഉണ്ട്. ഞങ്ങൾ നഗരവികസന യാത്ര പറഞ്ഞിട്ട് സംബന്ധിച്ചിട്ട് ഓരോ വാർഡിലേക്കും കയറിയിട്ടുണ്ട്. അതിൽ BJP മുഴുവൻ കൗൺസിലർമാരും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് വലിയങ്ങാടിയിൽ 140 കോടി ചെലവഴിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് പ്രകാരം ആ ഭാഗത്തെ പ്രദേശങ്ങൾ തന്നെ ഒന്നും കൂടി ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് മാത്രമല്ല, അതിൻ്റെ പ്രദേശത്തുള്ള ഭാഗം കൂടി നമുക്ക് ഒന്നും കൂടി വികസന സൗകര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അതിലേക്കാണ് കിടക്കുന്നത്. കൂടുതൽ ഊന്നൽ കൊടുത്തിട്ട് പാലക്കാട് വലിയങ്ങാടി തൊട്ട് മേപ്പറമ്പ് വരെയുള്ള എല്ലാ ഭാഗത്തും വികസനം എത്തിക്കുന്നതാണ്. വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം 3ാമത് അധികാരത്തിൽ വരും എന്നുള്ളതിലും വലിയ തർക്കമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്, എത്ര സീറ്റുകൾ ഇത്തവണ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കണക്കൂട്ടൽ. എന്തായാലും ഞങ്ങൾ 28 കുറയില്ല, കൂടുതലാക്കാനേ ശ്രമിക്കുള്ളൂ. മാക്സിമം ഞങ്ങൾ 35ആണ് മൈൻഡിൽ വെച്ചിരിക്കുന്നത്. 28 കൗൺസിലർമാർ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ഇനി കിട്ടുന്നത് ഞങ്ങൾ ബോണസുമാർ എടുക്കുകയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. ഏതായാലും പാലക്കാട് നഗരസഭയിൽ നേരത്തെ പറഞ്ഞതുപോലെ 28 കൗൺസിലർമാർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ 35ഓളം കൗൺസിലർമാർ ഉണ്ടാവും. 3ാമതും അധികാരത്തിലേറും എന്നുള്ളത് തന്നെയാണ് ടി ബേബി അവർ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തിൽ നഗരസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.